ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഉണ്ടല്ലോ ഇന്നെനിക്ക് ഞാൻ പറഞ്ഞ പോലെ എപ്പം പറഞ്ഞ പോലെ തന്നെ എനിക്കിന്ന് ഹോളിഡേ ആയിരുന്നു. അപ്പം ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു ചെറിയ വീഡിയോ, അപ്പം അതിൻ്റെ ഈ വീഡിയോയുടെ കൂടെ അതുകൂടെ കുറച്ചുണ്ടാവും കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്യണേ. ഞാനുണ്ടല്ലോ എൻ്റെ പല്ല് അന്നൊരു ദിവസം ഞാൻ പോയില്ലായിരുന്നോ, അത് ജസ്റ്റ് അവർ ഓപ്പൺ ചെയ്തിട്ട് പല്ലിനൊരു നമുക്കൊരു ക്ലിപ്പാക്കാനായിട്ട്, മീൻസ് റോഡ് കനാലല്ലേ, അതിനൊരു പ്ലേസ് ഉണ്ടാക്കി വെച്ചൊരു ഹോള് പോലെ ആയിട്ട് അത് ഇന്ന് ചെന്നിട്ട് നമ്മളത് സിമെൻ്റ് ആക്കും. അത് നമ്മുടെ ഭാഷയിലെ സിമെൻ്റ് കേട്ടോ. അതാക്കി ക്ലോസ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നത് ഇവിടെ ഈ ലാസ്റ്റ് രണ്ടാമത്തെ പല്ലാണ്. ഭാഗ്യം ഇവിടെയൊക്കെ ആകാതിരുന്നു. ഇവിടെ ആയിരുന്നു ഇപ്പം ഞാനിങ്ങനെ ചിരിക്കുമ്പോൾ കൊള്ളില്ലായിരുന്നു അല്ലേ. അപ്പം അവിടെ ഫില്ല് ചെയ്തവർ ഇനി 10 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ പോകണം. 10 ഡേയ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരിപ്പോൾ എന്ത് ചെയ്യുന്നത് അറിയുമ്പോൾ അതിന് ക്യാപ്പാക്കും. ക്ലിപ്പല്ല കേട്ടോ, സോറി, ക്യാപ്പ്. അപ്പം ഞാനുണ്ടല്ലോ അവിടെ പോയി വന്നു കഴിഞ്ഞ ഉടനെ കുറച്ച് റെസ്റ്റ് എടുത്തില്ല, കുറേ തുണിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മടക്കി വെക്കാൻ. എല്ലാം മടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞ് നല്ലപോലെ ഫേസ് വാഷ് ചെയ്ത് ഞാൻ കുറേ നാളെ ഒരു ബ്യൂട്ടി ടിപ്സ് ഞാൻ ഐലൈനർ മീൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ കളഞ്ഞതാണ്, പക്ഷെ എന്തോ ഇതിനുള്ള പോലെ തോന്നുന്നുണ്ടല്ലേ. അതെ, അപ്പം ഞാൻ ഫേസ് നല്ലപോലെ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാനുണ്ടല്ലോ നിങ്ങൾക്കൊരു ബ്യൂട്ടി ടിപ്സ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളായെന്ന് പറഞ്ഞാൽ ഒരു 2-3 മാസമായിട്ടുണ്ടാവും ഞാൻ ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട്. ഫസ്റ്റ് പറഞ്ഞാൽ സമയമില്ല, ഞാനിവിടേക്ക് എന്തൊക്കെ ഉണ്ടാക്കുന്നു അതും ഇതുമൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് നല്ല ഒരു ബ്യൂട്ടി ടിപ്സ് കാണിച്ചു തരാം. എനിക്കത് യൂസ് ചെയ്തിട്ട് യൂസ്ഫുൾ ആയത്, പിന്നെ വേറെയുള്ള ആൾ എനിക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എന്താണെന്നല്ലേ, നേരത്തെ തന്നെ ഞാനത് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് വെല്ലം, ജാഗരി. ഞങ്ങളുടെ വീട്ടിലൊക്കെ വെല്ലം എന്ന് പറയുക, ബെല്ലമല്ല. ജാഗരി കുറച്ച് വേണം, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് വേണം, പിന്നെ വേണ്ടത് ഹണി, പിന്നെ വേണം ടെർമറിക്ക്. അപ്പോൾ എൻ്റെ കയ്യിൽ നോർമൽ ടെർമറിക്ക് ഇല്ല, നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്തോളൂ. അതുകൊണ്ട് ഞാൻ നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഏത് ടെർമറിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാൻ റെഡിയാക്കി എടുത്തിട്ട് വരാം കേട്ടോ. ഇതാണ് കസ്തൂരി മഞ്ഞൾ, ഇത് കാണുന്നുണ്ടോ ഈ ബ്രാൻഡ്. പിന്നെ വെല്ലം ഇത്, പിന്നെ വേണ്ടതാണ് ലെമൺ, പിന്നെ വേണ്ടത് നമ്മുടെ ചെറിയൊരു ഹണി. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇത് ഞാൻ കുറച്ച് പൊടിച്ചിട്ട് വരാം കേട്ടോ. നിങ്ങളുടെ ഫേസിന് എത്ര വേണോ അതും അത്ര എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ എന്താ ചോദിച്ചാൽ, പിന്നെ നമ്മുടെ ഈ യൂട്യൂബിലൊരു ഡോക്ടറില്ല, ഡോക്ടർ പേര് മറന്നുപോയി. ഡോക്ടർ എന്താണെന്ന് അറിയാം, നമ്മളോട് ഇങ്ങനെ യൂട്യൂബിൽ അതൊരു ദിവസം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ ജാഗരിയും മിൽക്കൂടെ നല്ലപോലെ കുറച്ച് തിളപ്പിച്ചിട്ട് നമുക്ക് മേത്തും മുഖത്തൊക്കെ തേക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് തേക്കുവാണെങ്കിൽ നല്ല ഫെയർ ആവും, നല്ല എക്സ്പ്ലോറേഷൻ, നല്ല ഫെയർ ആകും കേട്ടോ നമ്മുടെ ഈ വെല്ലം. പിന്നെ ലെമണിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, ഹണിയുടെ കാര്യം അറിയാം, കസ്തൂരി മഞ്ഞളുടെ കാര്യം അറിയാം. അപ്പം ഇതും വെരി ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ മിക്സ് ചെയ്തിട്ട് വരട്ടെ. അപ്പം ജാഗരി നമ്മുടെ നാച്ചുറൽ എക്സ്പ്ലോറിയൻ്റ് ആണ് കേട്ടോ. നമുക്ക് നല്ല വൈറ്റനിങ് തരാനും നല്ലൊരു നമ്മൾ പറയാം നല്ലൊരു സ്കിൻ തരാനും നമ്മുടെ ജാഗരിക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ജാഗരി. അപ്പം ഞാനുണ്ടല്ലോ ജാഗരി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, എൻ്റെ ആവശ്യത്തിന് അത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, എന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ. അതിന് മെഷറിങ് ഒന്നുമില്ല കേട്ടോ. ഇത് കണ്ടോ, അത് ഞാൻ പൊട്ടിച്ചായിരുന്നു ആ പാക്കറ്റ്. ഇത് കണ്ടോ, ഒരു ഹാഫ് സ്പൂൺ കൊടുത്തു. പിന്നെ ഹണി നമുക്ക് ഒഴിക്കണം കേട്ടോ. ഇത് കണ്ടോ, 1 സ്പൂണെങ്കിലും ഒഴിക്കണം. ഇതിനകത്ത് തീരാറായി തോന്നുന്നു. 1 സ്പൂൺ ഉണ്ട് കേട്ടോ, കുറച്ചുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ലെമൺ. ഞാനൊരു വലിയ ലെമണിൻ്റെ ഒരു 1/3 അത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചാണ് കേട്ടോ. നമുക്ക് ലെമണൊക്കെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങൾ ഫ്ലോറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മീൻസ് കട്ട് ചെയ്തതിന് ഇപ്പോഴും ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട്, അപ്പോൾ അത് ജ്യൂസ് എല്ലാം കൂടെ അങ്ങ് ഇളകി വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ജ്യൂസി ആയിട്ട് വരും. അതൊരു ഭയങ്കര ട്രിക്കാണ് കേട്ടോ. കാരണം ഇതൊരു ചെറുത് ഇതുണ്ട്, ഇത്ര ഉള്ളു, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഒഴിച്ചത്. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യട്ടെ. ഇത് നല്ല കുഴമ്പ് പരുവത്തിലേ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതിന് പകരം നിങ്ങൾക്ക് ജാഗരി പൗഡർ കിട്ടുവാണെങ്കിലും വാങ്ങിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പം അങ്ങനെ ഒരു വലിയൊരു ബോൾ പോലെ ആയിട്ടുള്ളത് വാങ്ങിച്ചേ. ഇതുണ്ടോ, നല്ലപോലെ മിക്സ് ആയിട്ടുണ്ടേ. ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് തരിപോലെ കിടപ്പുണ്ട്, സാരമില്ല. അതിന് നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോണ്ടല്ലോ അതങ്ങ് പൊക്കോളും.
ഞാൻ ആദ്യമില്ല കുറച്ച് നാക്കി നോക്കിയായിരുന്നു. അതാ മുഖത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സിൽ വീഴുവേ, ഒരു മിനിറ്റ്. ഇത് കസ്തൂരി മഞ്ഞൾ വീണ് കഴിഞ്ഞാൽ പിന്നെ ഇത് പോകൂല ഡ്രസ്സിൽ, അതാ പ്രശ്നം. കുറച്ച് വീണിട്ടുണ്ട്. എനിക്ക് വൈകുന്നേരം ഒരു സ്ഥലം വരെ പോവുകയും ചെയ്യണം. നല്ല ലെമണിൻ്റെ സ്മെല്ലാണ് കേട്ടോ കൂടുതലും വരുന്നത്. നല്ലൊരു ലെമണിൻ്റെ സ്മെല്ല്, ജ്യൂസ്. കണ്ടോ, ഇത് കണ്ടോ, ഞാൻ ഇപ്പം എല്ലായിടത്തും ഇട്ടിട്ടുണ്ട് കേട്ടോ. കഴുത്തി മാത്രം ഇട്ടിട്ടില്ല, ഇപ്പം എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. ഡ്രൈ ആകുന്ന വരെ നമുക്ക് വെയിറ്റ്. ഇത് കണ്ടോ, അത് നല്ലപോലെ ഡ്രൈ ആയി കേട്ടോ. ഞാൻ കുറച്ച് ഫാനൊക്കെ ഓൺ ചെയ്തായിരുന്നു. അപ്പം നമുക്കുണ്ടല്ലോ നല്ലപോലെ വാഷ് ചെയ്ത് കണ്ടോ, സ്റ്റിക്കി സ്ട്രെച്ച് പിന്നെ വലിയത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇത് കണ്ടോ, നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ടേ. ഇത് കണ്ടോ, ഡ്രസ്സിലായിട്ടുണ്ട്. നല്ലപോലെ തുടയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ദൂരമല്ല ജോലിക്ക് പോകുന്നത്, കുറച്ച് ടാനൊക്കെ ഉണ്ട് എൻ്റെ ഫേസിൽ കേട്ടോ. ഇപ്പൊ കണ്ടോ, ഇവിടെയൊക്കെ നല്ല നല്ലൊരു നോക്കി, നല്ലൊരു സ്മൂത്ത് ആയിട്ട് നല്ലൊരു പോളിഷ് ചെയ്ത പോലെ ഇല്ലേ. ഞാൻ തേക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഒരു വീക്കിലി 2 times തേച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ തേക്കാൻ കൊണ്ട് ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ കേട്ടോ. സൂപ്പർ ആയിട്ടില്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഈ ബ്യൂട്ടി ടിപ്സ് വിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ എനിക്ക് സമയമില്ല, ഞാൻ റെഡി ആവുകയാണ് പോകാൻ. അതുകൊണ്ട് കമ്മലൊന്നും ഊരില്ല കേട്ടോ. ഈ ടീഷർട്ടിന് ഒരു ജിബക്ക കമ്മൽ മാച്ചിങ് ഇല്ല, ഞാൻ പുറത്ത് വിട്ട് വന്നപ്പോൾ ഇട്ടതല്ലേ, അതുകൊണ്ട്. അപ്പം എല്ലാവരും വീഡിയോ ട്രൈ ചെയ്യുക, റിസൾട്ട് അറിയിക്കുക. അപ്പം ബൈ, ടേക്ക് കെയർ.